ഹലോ എവരി വൺ, പ്രാക്ടിക്കൽ മോഡൽ ക്വസ്റ്റ്യൻ കണ്ടിന്യൂഷൻ ആണ് ഈ വീഡിയോ. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കോപ്പി ദ ടേബിൾ ഇൻ അനദർ ഫയൽ ആൻഡ് സോർട്ട് ദി ഡാറ്റ ഓൺ ദി ബേസിസ് ഓഫ് ഏജ്. സ്ക്രീനിൽ കാണുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ഔട്ട്പുട്ടാണ്. അപ്പോൾ ഈ ഒരു ഔട്ട്പുട്ട് നമ്മൾ മറ്റൊരു ഫയലിലേക്ക് കോപ്പി ചെയ്യാം, എന്നിട്ട് ഏജിൻ്റെ ബേസിസിൽ അത് സോർട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഫസ്റ്റ് നമ്മൾ ടേബിൾ സെലക്ട് ചെയ്യുക. അതിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് Ctrl+A ആണ്. ദെൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ കോപ്പി ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. പുതിയൊരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്പാണ് ഫയലിൽ ന്യൂ ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് ക്രിയേറ്റ്. ദെൻ പുതിയൊരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അവിടെ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക ഡോക്യുമെൻറ്റിൽ. ദെൻ പേസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയ ടേബിൾ അവിടെ എന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്യും. ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ഈ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഹോൾ ടേബിൾ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അനദർ മെത്തേഡ് എന്ന് പറയുന്നത്, ടേബിളിൽ മൗസ് ക്ലിക്ക് ചെയ്ത് അത് ഡ്രാഗ് ചെയ്യാം. അപ്പോൾ ഹോൾ ടേബിൾ സെലക്ട് ആവും. ഷോർട്ട് കീ എന്ന് പറയുന്നത് Ctrl+A ആണ്. ദെൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ടേബിൾ വെച്ച് തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ കോപ്പി എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മളിവിടെ സെലക്ട് ചെയ്യാം. ഇത് മറ്റൊരു ഫയലിലേക്കാണ് നമ്മൾ പേസ്റ്റ് ചെയ്യേണ്ടത്. സോ ഫയൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഫയൽ ഓപ്ഷനിൽ ന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഡിഫറെൻറ്റ് ടെംപ്ലേറ്റ്സ് അവിടെ കാണാം. അതിൽ ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് സെലക്ട് ചെയ്യുക. പുതിയൊരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്തതായി കാണാം. അവിടെ കഴ്സർ പോയിൻ്റ് കാണുന്നുണ്ട്. അവിടെ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ദെൻ പേസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടേബിൾ അവിടെ പേസ്റ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ക്വസ്റ്റ്യൻ പ്രകാരം നമ്മൾ ടേബിൾ മറ്റൊരു ഫയലിലേക്ക് കോപ്പി ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏജിൻ്റെ ബേസിസിൽ ഡാറ്റ സോർട്ട് ചെയ്യുക എന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏജ് അത്രയും നമ്മൾ സെലക്ട് ചെയ്യാം. ഏജ് മാത്രം ആ ഒരു കോളം നമ്മൾ സെലക്ട് ചെയ്യാം. ദെൻ ഹോം ടാബിൽ പാരഗ്രാഫ് ഗ്രൂപ്പിൽ സോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യാം. സോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നമുക്കറിയാം സോർട്ട് ബൈ കോളം 2 ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ദെൻ അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡർ നമ്മൾ സെലക്ട് ചെയ്യുക. അതിൽ അസെൻഡിങ് ഓർഡർ സെലക്ട് ചെയ്തിട്ടുണ്ട്. സോർട്ട് ബൈ കോളം 2 ആണ്, അസെൻഡിങ് ഓർഡർ ആണ്. ദെൻ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സ്ക്രീനിൽ കാണാം നമ്മുടെ ഡാറ്റാസ് ഏജിൻ്റെ ബേസിസിൽ ഇവിടെ സോർട്ട് ചെയ്തിട്ടുണ്ട്. Z ആണ് ആദ്യം വന്നത്, 25, X 28, Y 30. അതുപോലെ തന്നെ നമുക്ക് പറയുന്ന രീതിയിൽ എങ്ങനെ വേണമെങ്കിലും സോർട്ട് ചെയ്യാം. ഇപ്പോൾ ബേസിക് പേയിൻ്റെ രീതിയിലാണ് ഞാൻ സോർട്ട് ചെയ്യുന്നതെങ്കിൽ ബേസിക് പേ എന്ന് പറയുന്ന 5th കോളം നമ്മൾ സെലക്ട് ചെയ്തു. ദെൻ ഹോം പേജിൽ പാരഗ്രാഫ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ സോർട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം സോർട്ട് ബൈ കോളം 5 എന്നാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ ഓൾറെഡി അസെൻഡിങ് ആണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ദെൻ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും ബേസിക് പേ ആദ്യത്തത് 8,000, 10,000, 18,000, നെയിം Z, Y, X അല്ലേ. അപ്പോൾ അത് അതിൻ്റെ ബേസിസിൽ സോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സോർട്ടിങ് ഓൺ ദ ബേസിസ് ഓഫ് ഏജ് കോളം ആണെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹോം ടാബിൽ പാരഗ്രാഫ് ഗ്രൂപ്പിൽ സോർട്ട് ഐക്കൺ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ബേസിക് പേ സം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹോൾ ടേബിൾ സെലക്ട് ചെയ്തു. മറ്റൊരു ഫയലിലേക്ക് നമ്മളത് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. ഫയലിൽ ന്യൂ ബ്ലാങ്ക് ഡോക്യുമെൻറ്റ്. ദെൻ നമുക്കത് പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അപ്പം നമ്മൾ നേരത്തെ സോർട്ട് ചെയ്ത ടേബിൾ ഇവിടെ കോപ്പി പേസ്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് കോളത്തിന് താഴെയായിട്ട് നമുക്ക് പുതിയൊരു റോ ഇൻസേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് Y എന്ന് പറയുന്ന സെല്ലിൽ കഴ്സർ വെച്ചതിന് ശേഷം റിബൺ ടാബിലെ ലേഔട്ട് എന്ന് പറയുന്ന ടാബിൽ ഇൻസേർട്ട് ബിലോ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ട് റോസ് ആൻഡ് കോളം. അവിടെ പുതിയൊരു റോ ക്രിയേറ്റ് ചെയ്തതായിട്ട് കാണാം. അവിടെ നമുക്ക് ടോട്ടൽ എന്ന് ടൈപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 4 സെല്ല് നമുക്ക് സെലക്ട് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് മെർജ് ചെയ്യുക. അത് മെർജ് സെൽസ്. ദെൻ നമുക്ക് ടോട്ടൽ എന്നിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം.
ടോട്ടൽ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഫോണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ടോട്ടൽ എന്ന് പറയുന്ന ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം. ദെൻ ഹോം ടാബിൽ നമുക്ക് ആവശ്യമുള്ള ചേഞ്ചസ് വരുത്താം. ഫോണ്ട് നമ്മൾ ബോൾഡ് ആക്കുകയാണ്. അതിനുശേഷം അത് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കതിൻ്റെ കേസും കൂടി ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പർ കേസിലേക്ക് ഞാനിത് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ചേഞ്ചസ് എന്താണെന്ന് അവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും. ദെൻ ബേസിക് പേയിൻ്റെ സമ്മാണ് നമ്മളോട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അതിനുവേണ്ടി ബേസിക് പേയുടെ ഏറ്റവും ലാസ്റ്റ് റോ നിങ്ങൾ സെലക്ട് ചെയ്യാം. അതിനുശേഷം ടേബിൾ ടൂൾസിൽ ലേ ഔട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ലേ ഔട്ടിൽ ഡാറ്റ ഗ്രൂപ്പിൽ ഫോർമുല എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ ഒരു പുതിയൊരു സ്ക്രീൻ കാണാം നിങ്ങൾക്ക്. ഫോർമുല ഈക്വൽ ടു സം എബോവ് എന്ന് കാണും. ഫോർമുല ഈക്വൽ ടു സം എബോവ്, ദെൻ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നമുക്കതിൻ്റെ ബേസിക് പേയിൻ്റെ സം 36,000 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബേസിക് പേ എന്ന് പറയുന്ന കോളത്തിൽ, ടോട്ടൽ എന്ന് പറയുന്ന കോളത്തിന് നേരെയുള്ള കോളത്തിൽ നമ്മൾ കഴ്സർ വെക്കുക. അതിനുശേഷം ടേബിൾ ടൂൾസിൽ ലേ ഔട്ട് ഓപ്ഷൻ, അതിൽ ഡാറ്റ ഗ്രൂപ്പ്സിൽ ഫോർമുല എന്ന് പറയുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ബേസിക് പേ അല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ പ്രകാരം തരുന്ന സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ദെൻ നമ്മൾ ചെയ്ത ഔട്ട്പുട്ട് കാണണമെങ്കിൽ ഏറ്റവും സ്ക്രീൻ താഴെ ഏറ്റവും ഫസ്റ്റ് ഡോക്യുമെൻറ്റ്, സെക്കൻഡ് ഡോക്യുമെൻ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അവിടെ നമ്മുടെ ഔട്ട്പുട്ട് നമുക്ക് വ്യൂ ചെയ്യാൻ വേണ്ടി പറ്റും.